നമസ്കാരം. സനാതനധർമ്മ സമ്പത്തുകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രഭാത കേളിയിൽ കഴിഞ്ഞ ദിവസം നാരായണീയത്തിലത്തെ 4-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. അനക്കം ഇല്ലാത്തതും നിഷ്കമ്പമായിട്ടുള്ളതും എന്നും പരിപൂർണമായിരിക്കണം നിത്യപൂർണ്ണെ. അനവധി മോക്ഷം കിട്ടിയ ജീവന്മാർ സുസ്ഥാപിതമായി വിശ്രമിക്കുന്നതും ആയ രജസ്തമസ്തുകളുടെ കലർപ്പില്ലാത്തത് കാരണം നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ സമുദ്രത്തിൽ ഒരു തിര പോലെ, സമുദ്രത്തിൽ തിര എന്ന പോലെ ഭഗവാൻ സകലനായിക്കൊണ്ട്, സഗുണനായിക്കൊണ്ട്, വികാരമുള്ളവനായിക്കൊണ്ട് ഭവിക്കുന്നു. പക്ഷേ ഭഗവാൻ നിഷ്കളൻ തന്നെയാണ്. ചലനമില്ലാത്തവൻ, കലയില്ലാത്തവൻ, ഇളക്കമില്ലാത്തവൻ, ജനനമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, വികാരമില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ ഒക്കെ തന്നെയാണ്. കസ്മാനോ നിഷ്കള. എന്തുകൊണ്ട് നിഷ്കളനാകുന്നില്ല? തീർച്ചയായിട്ടും നിഷ്കളൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് സകലത്വം ഭവിക്കുന്നു? കലാസേവ ഭൂമൻ. അവതാരാംശങ്ങൾക്ക്, അവതാരങ്ങൾ എന്ന് നമ്മൾ പറയപ്പെടുന്ന അവയ്ക്ക് മാത്രമാണ് സകളത്വം ഉള്ളത്. ഇളക്കമോ ജനനമോ മരണമോ മാറ്റമോ ഉള്ളത് എന്ന് പറഞ്ഞു. ഈ അടുത്ത ശ്ലോകം നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോ തേ തിലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം വ്യത്യസ്ത വാക്കുകളിൽ ലേശമൊന്ന് വിസ്തരിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇവിടെ വിളിക്കുകയാണ് ഹേ അജ. നിഷ്കാരണം അജ. അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ. പലപ്പോഴും ഈശ്വരനെ സംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് ഈ അജൻ. അജൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആട് എന്നർത്ഥമുണ്ട് കേട്ടോ. ഒരു വാക്കിന് പല അർത്ഥങ്ങൾ. ആട്, ഇന്ദ്രൻ, ഇതൊക്കെ അജൻ എന്നുള്ള വാക്ക്. അജസർവേശ്വരൻ എന്നൊക്കെ പറഞ്ഞ സഹസ്രനാമത്തിൽ കാണാം. ഇപ്പം ജനനമില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ ഈശ്വര, സർവേശ്വര പറഞ്ഞല്ലോ. ഗുരുവായൂരപ്പനാണോ ശ്രോതാവ് എന്ന്. അപ്പോൾ ആരുമില്ലെങ്കിൽ നമുക്ക് നാരായണീയം വായിക്കും പറയുകയും ചെയ്യാം. എന്താ കാരണം? ഭഗവാൻ ശ്രോതാവായിട്ടുണ്ട്. ലോകം മുഴുവനെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാലേ, ഒരാളോ രണ്ടാളോ അല്ല. അപ്പോൾ അജ, ഹേ ഗുരുവായൂരപ്പ അജ, അവിടെയാണ് സംബോധന തുടങ്ങണത്. നിഷ്കാരണം അജ. ഇവിടെ പറയുകയാണ് ത്വം നിർവ്യാപാരോപി. അജ എന്നുള്ളടത്ത് തുടങ്ങണം. നിഷ്കാരണം കഴിഞ്ഞിട്ടുള്ള വാക്ക് പിരിക്കുമ്പോഴാണ് അജ. മജ എന്നല്ല, അജ. ഹേ അജ ത്വം നിർവ്യാപാരോപി എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ചലനവും, നേരത്തെ പറഞ്ഞ നിഷ്കമ്പേ നിർവ്യാര വാക്ക് മാറ്റി ഇത്രയേ ഉള്ളൂ, അർത്ഥം തന്നെ വരിക. യാതൊരു ചലനവും ചേഷ്ടയും ഇല്ലാത്തവനാകുന്നു. നേരത്തെ പറഞ്ഞത് തന്നെയാണെന്ന് നമുക്ക് ഒരു ആവർത്തനമായിട്ട് കുറേ തോന്നും. അങ്ങനെ വരും ഇതിൽ കുറേയൊക്കെ. ഈ പുരാണത്തിലൊക്കെ ആവർത്തനം വരും. സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാകുന്നുവെങ്കിലും നിർവ്യാപാരോപി പറയണ ചില കാരണങ്ങളെ കൊണ്ട് ചേഷ്ടത ഉണ്ടാവുന്നു. ചില കാരണങ്ങളെ കൊണ്ട് ചേഷ്ടത ഉണ്ടാവുന്നു. ഇപ്പം നിർവ്യാപാരനായിട്ട് ഇളകാത്തതായിട്ടുള്ള ഭഗവാനിൽ ചേഷ്ട ഉണ്ടാകുന്നു എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് പറയണു. എങ്ങനെയാണ് ഈ ചേഷ്ട ഉണ്ടാകുന്നത്? അതിനുള്ള കാരണമാണ് ഈക്ഷണാഖ്യാം ക്രിയാം. ഇവിടെ നിഷ്കാരണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയാണ് എങ്കിലും ഒരു കാരണവും ഇല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഏത് കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും എന്നാണ് തർക്കശാസ്ത്ര പ്രകാരം പറയുക. കാര്യമുണ്ടോ? കാരണമുണ്ട്. ഒരു മേശ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇട്ടു, ഏതെങ്കിലും ഒരാൾ ഇടാതെ അങ്ങോട്ട് പോവുമോ? അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാവണം, എന്നാലും അതൊരു കാരണമാണ്.
അപ്പോൾ ഒരു സംഗതിയും ലോകത്തിൽ കാരണമില്ലാതെ കണ്ട് ഉണ്ടാകുന്നില്ല. ആരാ വാതിൽ തുറന്നിട്ട്? ഒരാൾ തുറന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാറ്റത്താവാം, കാറ്റവിടെ കാരണമാണ്. അപ്പം കാരണമില്ലാതെ ഒരു സംഗതി നടക്കില്ല. അത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണാത്തത് കൊണ്ടാണ് ഇവിടെ നിഷ്കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നിഷ്കാരണത്വം പ്രത്യക്ഷത്തിലില്ലാന്നേ വിശ്വസിക്കാൻ പറ്റൂ, അങ്ങനെ എടുക്കാൻ പറ്റൂ. അടുത്ത വാചകം കാരണം പറഞ്ഞുകൊണ്ടാണ്. അതൊരു വിരോധാഭാസം പോലെ തോന്നും നമുക്ക്. കാരണം ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, ഭഗവാന്റെ ഈക്ഷണം മൂലം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എങ്ങനെയത്രേ? ഭഗവാന്റെ ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നാണ്. ഒറ്റ നോട്ടം കൊണ്ട്. ഭഗവാൻ കോൺട്രാക്ടറെ, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ കോൺട്രാക്ടറെ ഏൽപ്പിക്കണു. സിമൻറ്റ് വേണം, കമ്പി വേണം, ഇല്ലേ? ആ കോൺട്രാക്ടർ എന്തൊക്കെ ചെയ്യണു? അയാൾ വേറൊരു മേസ്തിരിയെ ചിലപ്പോൾ ഏൽപ്പിക്കും, അനവധി പണിക്കാരെ ഏൽപ്പിക്കും. എക്സ്പെർട്ടുകളായിട്ടുള്ള പണിക്കാർ പലവരും ഉണ്ടാവും. ഒരു പടി കാര്യങ്ങൾ ഒരു വീടുണ്ടാക്കാൻ വേണം. ഒന്ന് നോക്കിയ വീടുണ്ടാവിച്ചാൽ എത്ര നന്നായിരുന്നു അല്ലേ? ഒറ്റ നോട്ടം കൊണ്ടൊരു വീടുണ്ടാവിച്ചാൽ അങ്ങനത്തെ ഒരാളെ കിട്ടിയാലും മതി. 10 രൂപ അധികം കൊടുത്താലും വളരെയധികം നമുക്ക് ടെൻഷൻ കുറവുണ്ടല്ലോ. ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, താങ്കളൊന്ന് നോക്കിയാൽ മതി അല്ലേ? ഈ ഫോട്ടോ ഒക്കെ ആധാറിൽ എടുക്കണ പോലെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടാട് നോക്കിയാൽ വീടുണ്ടാവും. സാധാരണ ഭരണ ചിലവിനേക്കാൾ 1 ലക്ഷം അധികം കൊടുത്താലും നമ്മൾ അതാ ഭേദം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒന്ന് നോക്കിയാൽ ഫോട്ടോ എടുക്കാം, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറ്റില്ല. ഒരു ഫോട്ടോ ചിലപ്പോൾ ഒന്ന് അവിടെ ഇരുന്നാൽ മതി. പക്ഷേ ഈ ഫോട്ടോ എടുക്കണ പോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കണത്. ഭഗവാന്റെ ആ ഒരു മഹിമ ഒന്ന് ആലോചിച്ചു. 14 ലോകങ്ങളെ, അതല്ല വിതല തുതല മഹാതല രസാതല പാതാളങ്ങൾ താഴത്തേക്ക്, അതുപോലെ മഹാതലം, സ്വർഗം, രസാതലം, ബ്രഹ്മലോകം, ഭൂമി മുതലായിട്ടുള്ള ഊർധ്വലോകങ്ങൾ, മഹീതലം, രസാതലം, ഊർധ്വലോകം, ജനർലോകം, തപോലോകം, സ്വർഗലോകം, ഈ 7 മേപ്പെട്ടുള്ള ലോകങ്ങളും 7 കീഴ്പ്പെട്ടുള്ള ലോകങ്ങളും ഭഗവാൻ സ്വയം സൃഷ്ടിച്ചു. ഭഗവാൻ അവിടെ എന്തായി മാറി? കർമ്മം ചെയ്യുന്നവനായിട്ട്, അല്ലെങ്കിൽ ചില ചേഷ്ടകളില്ലാത്ത ഭഗവാൻ ചേഷ്ടകൾ ഉണ്ടാക്കി. എങ്ങനെ? ഈക്ഷണാഖ്യാം ക്രിയാം, ഒറ്റ നോട്ടം കൊണ്ട്. സ്വതവേ ഭഗവാൻ അടച്ചിട്ടാണ് കിടക്കുക സൃഷ്ടിക്ക് മുമ്പേ എന്നാണ്. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ലോകത്തിൽ. ഭൂമിയില്ല, ലോകമില്ല, ആകാശമില്ല, വെള്ളമില്ല, പഞ്ചഭൂതമില്ല, ഒന്നുമില്ല. അതെങ്ങനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക? നമ്മൾ തന്നെ ശരീരത്തിലായിരിക്കണം, അതുമില്ല, ഒന്നുമില്ല. ആ ഒരു അവസരത്തിൽ ഭഗവാൻ അടച്ചിട്ടാണ് കിടക്കുക, തുറന്നിട്ടല്ല. അടച്ചതായിരിക്കുന്ന ഭഗവാൻ ഒന്നങ്ങോട്ട് നോക്കുകയാണ്. ഈക്ഷണാഖ്യാം ക്രിയാം. നമ്മൾ ആദ്യം കിടക്കുന്ന സമയത്ത് കണ്ണൊന്നാണ് തുറന്നാൽ എന്താ ചെയ്യുക? ഒന്നാണ് നോക്കും ഇല്ലേ? ചുറ്റുപാടും ആരെങ്കിലും അടുത്തുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സ്ഥിതിഗതികൾ എന്നൊന്നങ്ങനെ നോക്കി ആയിട്ടാണ് എണീക്കുക. അത് നമ്മുടെ പൊതുവേ ഒരു സമ്പ്രദായമാണ്. ഒന്നങ്ങനെ നോക്കും. അതേപോലെ ഒന്ന് കണ്ണ് തുറക്കുകയാണോ ആദ്യം ചെയ്യുക? അതന്നെ നോട്ടെ. ആ കണ്ണൊന്നാണ് തുറക്കുക, അത്രയേ ഉള്ളൂ. ആ കണ്ണ് തുറന്ന് ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, ആ നോട്ടത്തിൽ കൂടെ, അതിനാണ് അവിടെ തേ നൈവ, ആ നോട്ടം കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു? അസതി കൽപ്പ അഭിലീന പ്രകൃതി, ഈ പ്രകൃതി മുഴുവനെ ഉണ്ടായതിനെ വീണ്ടും ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. ഇല്ലാത്തത് ഉണ്ടാക്കുകയല്ല, ഉള്ളത് ലയിച്ചതിനെ പുറത്തേക്ക് എടുക്കുക, അത്രയേ ഉള്ളൂ. ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുമോ? ഞാനത് ബാഗിൽ വെച്ചിരുന്നു, ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, കണ്ടോളൂ എന്ന പോലെ ഭഗവാനിൽ തന്നെ ലയിച്ചതായിരിക്കുന്ന ഈ ലോകങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി, ഈ 14 ലോകങ്ങളെ ഒന്നിച്ച് പറയുന്ന വേറൊരു പേരാണ് മൂലപ്രകൃതി. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി നാമകീർത്തനക്കാരൻ ശ്രീമൂലമായിട്ടുള്ള പ്രകൃതിയാണ് 14 ലോകങ്ങൾ. മൂലപ്രകൃതി എന്നും പറയും. രാമായണത്തിലൊക്കെ ഇതിനെപ്പറ്റി പ്രസ്താവമുണ്ട് ഇല്ലേ? വിദ്വാൻമാർ മൂലപ്രകൃതി എന്നും അവിദ്യ എന്നും പറയുന്നൊക്കെ അഗസ്ത്യൻ്റെ ആ ഉപദേശസ്തുതിയിൽ പറയുന്ന സമയത്ത് മൂലപ്രകൃതി ഭഗവാനിൽ ലയിച്ച് കിടന്നിരുന്നു. അസതി കൽപ്പ അപി ലീന, ലീന അപി, ലീന എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിച്ച് കിടക്കുന്നവ എന്നർത്ഥം. ലീന എന്ന് നമ്മൾ ഒരു അർത്ഥവും കൂടാതെ പേരിടും ചിലർക്ക് ഇല്ലേ? എന്താ പേര്? ലീന. നല്ല അർത്ഥം നോക്കിയിട്ടാണോ പേരിടുന്നത്? ഈ ലീന എന്ന് സംസ്കൃതത്തിലല്ലേ? സംസ്കൃതത്തിലാണല്ലോ അർത്ഥങ്ങളൊക്കെ നോക്കേണ്ടത്.
അതാണ് നമ്മൾ ഒരർത്ഥം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ശരിക്കും ആ വാക്കിന് ലയിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പം എല്ലാവരും അവർ ലയിച്ചോട്ടെ വെച്ചിട്ടാണോ പേരിടുന്നത് നിശ്ചയില്ല. അപ്പോൾ കൽപ്പ അഭിലീന, അങ്ങയിൽ ലയിച്ച ഈ പ്രകൃതി അല്ലെങ്കിൽ ലോകങ്ങൾ, പ്രകൃതിക്ക് ലോകങ്ങളും ഏകദേശം ഒന്ന് തന്നെയാണ്. ആ ലയിച്ചതിനെ എപ്പോഴാണ് ലയിക്കുക? കൽപ്പാദികാലേ, ഓരോരോ കൽപ്പം കഴിയുമ്പോഴും. കൽപ്പത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ. കൃതം ത്രേതാദ്വാപരങ്കലി, കൃതം ത്രേതാദ്വാപരങ്കലി, ഇങ്ങനെ 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ബ്രഹ്മാവിനൊരു പകലാവും. 1000 പ്രാവശ്യം കൂടി ആവർത്തിക്കുക, രണ്ടാമത് ആവർത്തിച്ച ഒരു രാത്രിയാവും. അങ്ങനെ 2000 ചതുർയുഗങ്ങൾ കൂടുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിവസം ആകുന്നത്. അങ്ങനെ 365 ദിവസപ്രകാരം ഒരു വർഷമായി. അങ്ങനെ 100 കൊല്ലം തികയണം. അങ്ങനെ 100 കൊല്ലം തികഞ്ഞാലോ ഇപ്പോഴത്തെ ബ്രഹ്മാവ് മാറി വേറെ ബ്രഹ്മാവും. ആ കൽപ്പത്തിനാണ് ബ്രാഹ്മകൽപ്പം എന്ന് പറയുക. ഒരു ബ്രഹ്മാവ് മാറി വേറെ ബ്രഹ്മാവ് ആയിത്തീരുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. 28ാമത്തെ ബ്രഹ്മാവാണ് ഈ കൽപ്പത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണെന്ന് വരുന്നു. HM എന്നൊക്കെ പറയും പോലെ ഒരാളുടെ പേരല്ല ബ്രഹ്മാവ്, സ്ഥാനപ്പേരാ. HMO അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്നൊക്കെ പറയണ പോലെ അതാൾ മാറി മാറി വരും. അപ്പോൾ ബ്രഹ്മാവ് അടക്കം മാറുന്ന കൽപ്പം 100 കൊല്ലം തികയുമ്പോൾ ഈ പ്രകാരത്തിലാണ് കേട്ടോ. നമ്മുടെ 365 × 100 അതല്ല. ഈ പ്രകാരം വർഷം കൽപ്പം കഴിയുമ്പോൾ ഒരു പ്രളയം ഉണ്ടാവും. ആ പ്രളയ സമയത്താണ് ഭഗവാൻ കണ്ണടച്ച് കിടക്കുന്നത്. ഇനി അടുത്ത സൃഷ്ടി വീണ്ടും ആരംഭിക്കുകയായി. ഇത് നിൽക്കണില്ല. അങ്ങനെ കണ്ണാണ്ട് തുറക്കുമ്പോഴാണ് കൽപ്പാദികാലത്തിൽ ലയിച്ച് കിടക്കുന്നതായ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി, മൂലപ്രകൃതി അല്ലെങ്കിൽ 14 ലോകങ്ങൾ വീണ്ടും ഉദിക്കുന്നു. തേനൈവ ഉദേതി ലീന, ലീന പ്രകൃതി ഉദേതി, ലയിച്ചതായിരിക്കുന്ന പ്രകൃതി ഉദിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. ഇങ്ങനെയാണ് സൃഷ്ടിയുടെ ഒരു സമ്പ്രദായം എന്ന് ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വിസ്തരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൽ. അപ്പോൾ നിർവ്യാപാരനാണ് ഭഗവാൻ എങ്കിലും യാതൊരു ചലനവും ചേഷ്ടയും ഇല്ലാത്തവനാണ് സൃഷ്ടിക്ക് മുമ്പേയുള്ള കാര്യമാണ് പറയുന്നത് നിർവ്യാരോപി. അങ്ങനെ കിടക്കുന്ന ഭഗവാൻ ഒരു കാരണവുമില്ലാണ്ട് ഹേ അജ എന്ന് വിളിക്കുകയാണ്. കാരണം കൂടാതെ ഒരു കാരണമുണ്ട്, ഭഗവാന്റെ നോട്ടം. യത് ക്രിയാം ഈക്ഷണാഖ്യാം ഭജസേ, ഈക്ഷണക്രിയ നോട്ടം. നോട്ടം എന്ന ക്രിയയെ ഭജിക്കുന്നു, നോട്ടം എന്ന ക്രിയ ചെയ്യുന്നു. നോട്ടം എന്നതിനെ ഭഗവാൻ ആശ്രയിക്കുന്നു, നോട്ടം ഭഗവാൻ ഉണ്ടാക്കുന്നു, ഭഗവാൻ നോക്കുന്നു എന്ന് ചുരുക്കം. ഭജസേ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈക്ഷണാം ഭജസേ എന്ന് പറഞ്ഞാൽ ഈക്ഷണ പ്രക്രിയ ചെയ്യുന്നു, അവിടെ ഭജസേ ചെയ്യുന്നു. തൽഫലമായി എന്ത് ചെയ്യുന്നു? തേനേ ഓദേതി ലീന, തേനേവ അതിനാൽ തന്നെ, കാരണം കാണിക്കുന്നതാണ്. സോ അതിനാൽ, അതുകൊണ്ട് എന്നർത്ഥം. ആ ഈക്ഷണത്താൽ, മേൽ പറഞ്ഞത് ഈക്ഷണാണ്, ആ ഈക്ഷണത്താൽ തേനേവ, ഈക്ഷണത്താൽ എന്ത് ചെയ്യുന്നു? അസതി കൽപ്പ അഭി ലീന, അങ്ങയിൽ തന്നെ ഇല്ല എന്ന് തോന്നുന്ന വിധത്തിൽ ലയിച്ച് കിടക്കുന്നതായ പ്രകൃതി 14 ലോകങ്ങളും ഉദിക്കുന്നു. കൽപ്പാന്ത കാലത്തിന് മുമ്പേ ഒരു കൽപ്പം ടു അനന്തകൽപ്പം, ആ കൽപ്പം കഴിഞ്ഞാൽ ഇനിയൊരു കൽപ്പം, ഒരു കൽപ്പം, ഇങ്ങനെ കൽപ്പങ്ങൾ മാറി മാറി വരും. ഓരോ കൽപ്പത്തിലും ബ്രഹ്മാവടക്കമുള്ളവ മാറി 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 വരും, ഒക്കെ മാറുകയാണ്. അപ്പോൾ കൽപ്പാന്ത കാലത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ഭഗവാൻ ഹേ അജ എന്ന് സംബോധനയാണ്. യാതൊരു ചലനവും ഇല്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഈ 14 ലോകങ്ങളടങ്ങുന്ന മൂലപ്രകൃതിയെ സൃഷ്ടിക്കുന്നു. എങ്ങനെയാ? യാതൊരു കാരണവുമില്ല, പക്ഷേ ഒറ്റ കാരണമുണ്ട്. അതിന് നിഷ്കാരണം എന്ന് അവിടെ ശരിക്ക് ചേരുമോ എന്ന് ചോദിച്ച സംശയമാണ്. ഒരു കാരണം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈക്ഷണാഖ്യാം ക്രിയാം എന്ന് പറഞ്ഞിട്ട്. അതല്ലാത്തതൊന്നുമില്ല, വേറെ കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ നോട്ടമല്ലാതെ മറ്റൊരു കാരണവും ഈ സൃഷ്ടിക്കായിക്കൊണ്ടില്ലാത്തതുകൊണ്ടാണ് നിഷ്കാരണം എന്ന് പറഞ്ഞത്.
എന്നാ ഒരു കാരണമുണ്ട്, ഈക്ഷണാഖ്യാങ്ക്രിയാം, അങ്ങയുടെ ഒരു നോട്ടം എന്ന ഒരൊറ്റ ക്രിയ. അതുകൊണ്ട് എന്തുണ്ടാവണു? കൽപ്പാദികാലേ പ്രകൃതി ഉദേതി, കൽപ്പത്തിൻ്റെ ആദി സമയത്തിങ്കൽ ഈ പ്രകൃതി ഉത്ഭവിക്കുന്നു. ഉദേതി മീൻസ് ഉത്ഭവിക്കുന്നു. ഇപ്പം ചുരുക്കം, യാതൊരു കാരണമോ ചലനമോ ചേഷ്ടയോ ഇല്ലാതെ ഒരു കൽപ്പം കഴിയുമ്പോൾ അടുത്ത കൽപ്പത്തിൻ്റെ ഇടയിലുള്ള ഇടവേളയിൽ ഭഗവാൻ ചലനമോ ചേഷ്ടയോ ഇല്ലാതെ കിടക്കുന്നു. നിർവ്യാപാരോപി. അപ്പോൾ ഭഗവാന് സൃഷ്ടി വേണം എന്ന് തോന്നുന്നു. യാതൊരു കാരണവും ഇല്ലാതെ തന്നെ നിഷ്കാരണമജ, അങ്ങയുടെ ഒരൊറ്റ നോട്ടം എന്ന ഒരു കാരണം വേണമെങ്കിൽ പറയാം. ഈക്ഷണാഖ്യാം ക്രിയാം ഭജസെ, ഈക്ഷണം കൊണ്ട് ലീന അസതി കൽപ്പ, ലയിച്ചതായിരിക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ ലോകം ഉദിതേ ഉദേതി ഉദിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഈ 14 ലോകങ്ങൾ, പിന്നെ അവിടെ നിന്നുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായ പോലെ ആവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കലിയുഗത്തിൽ ഇതേപോലെ ഇവിടെ ഇരുന്നുണ്ടാവും എന്നാണ്. വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇതേപോലെ ഇവിടെ ഇരുന്നിട്ടും ഉണ്ടാവും, ഇതൊക്കെ ഇപ്പം ചെയ്യണതൊക്കെ നടന്നിട്ടുണ്ടാവും, മൊബൈൽ കാണുന്നവർ മൊബൈൽ കണ്ടിട്ടും ഉണ്ടാവും എന്നാണ്. എല്ലാ പ്രവൃത്തികളും ഒരു കൽപ്പത്തിലുള്ള അതേ കോപ്പി, അതേ ഒരു സിനിമ റിപ്പീറ്റ് ചെയ്യണ പോലെ അടുത്ത ഷോയിന് ഒന്നും മാറില്ല. അതന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. അതേപോലെ ഓരോ കൽപ്പത്തിലും വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അറിവുള്ളവർ പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. അങ്ങനെ അനവധി കലിയുഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കലിയുഗത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ സംഗതികളും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് പറയണത്. കൽപ്പാദികാലേ ഉദേതി, കൽപ്പത്തിൻ്റെ ആദികാലത്തിങ്കിൽ നോട്ടം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ലോകം പഴയ കൽപ്പത്തിൽ ചെയ്ത അതേ കാര്യങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്രയും കാര്യം ഹേ അജ എന്ന് വിളിച്ചുകൊണ്ട് പറയണം. ത്വം നിർവ്യാപാരോപി, യാതൊരു ചലനവും ഇല്ലാണ്ടാണ് കിടക്കുന്നതെങ്കിലും കൽപ്പത്തിൻ്റെ സമയം വരുമ്പോൾ, ഭഗവാന്റെ കാര്യത്തിലൊക്കെ സമയം ഉണ്ടല്ലോ, നമ്മുടെ വാച്ചൊക്കെ വലിച്ചെറിയേണ്ടി വരും. അത്ര കൃത്യനിഷ്ഠയാണ്. എങ്ങനെ പറയാൻ പറ്റുക? ഈ മരണം എന്നൊരു സംഗതി എടുത്ത് നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ നമുക്കെടുക്കാം. നമ്മളും നിങ്ങളും വേറെ ഒന്നുമല്ലല്ലോ. ഒരൊറ്റ നിമിഷം മുമ്പേ ആ മരണം സംഭവിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ നിമിഷം അങ്ങോട്ട് പോകുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാമല്ലോ ഇതേതോ ഒരു ശക്തിയുടെ നിയന്ത്രണമാണെന്ന്. ഒരു പോയിൻ്റ് മുമ്പേ ഒരാൾ മരിക്കില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അങ്ങടും പോവില്ല അങ്ങടും പോവില്ല, കട്ടക്കണ് കാണാൻ കൊല്ലക്കണക്കിന്. പക്ഷെ സമയമുണ്ട്. ആ സമയം ഇങ്ങോട്ട് വന്നാൽ ചെറുപ്പമാണോ പ്രായമാണോ ഇവന് ആശ്രിതനുണ്ടോ ഇതൊന്നും മരണം നോക്കില്ല. ഉണ്ടോ? കട്ടയെന്നാണ് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഈ സൃഷ്ടിയുടെ ടൈം. ഭഗവാൻ ഓരോ സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ വളരെ കൃത്യമാണ്. സൂര്യൻ ഉദിക്കുന്നത്, ഗ്രഹണം ഉണ്ടാവുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. എല്ലാം കടുകട്ട വ്യത്യാസമില്ലാണ്ട് നടക്കാം. അത്ഭുതമല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇത്രയും കൃത്യനിഷ്ഠ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇത് നോക്കാനും പ്രവർത്തിപ്പിക്കാനും ഒരാളുണ്ട്. അംശമൊന്നും വേണ്ട. എവിടെ കൃത്യനിഷ്ഠയുണ്ടോ അവിടെ നോക്കാനുള്ള ആളുണ്ട്. അങ്ങനെ വരൂ, അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ ഒക്കെ ആവും. അപ്പം അവിടെ പറയണ അത് കൃത്യമായ സമയത്ത് ഭഗവാൻ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ തേനേവ ലീന പ്രകൃതി, ലയിച്ചതായിരിക്കുന്ന പ്രകൃതി കൽപ്പാദികാലേ ഉദേതി, അടുത്ത കൽപ്പം തുടങ്ങുമ്പോൾ ഉദിക്കുന്നു. അതിന് ചലനമില്ലാത്ത ഭഗവാൻ ചലനത്തെ ആശ്രയിക്കുന്നു. ആ ചലനമാണ് പ്രപഞ്ചം എന്ന് ചുരുക്കം. ഈ അങ്ങനെയുള്ള സൃഷ്ടി നടക്കുമ്പോഴും ഭഗവാന്റെ സ്ഥിതി എന്താണ്? അവിടെയാണ് വ്യത്യാസം. തസ്യാസം ശുദ്ധവംശം കമപിതം അതിരോധായകം സത്വരൂപം. ആ സൃഷ്ടി അതിരോധായകം, ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും ആ സത്വഗുണം അതിനെ കൈക്കൊണ്ട് ഭഗവാൻ യാതൊരു മാറ്റവുമില്ലാതെ
പ്രധാനി അല്ലെങ്കിൽ പ്രധാന രൂപമായിട്ട് തുടരുകയും ചെയ്യുന്നു. തസ്യ ഈ പ്രകൃതിയൊക്കെ ഉണ്ടായി എന്ന് കൂട്ടിക്കോളൂ, പ്രകൃതി ഉണ്ടായാലും ഭഗവാന് സത്വരൂപത്തെ കുറയുന്നില്ല. യാതൊരു കുറവുമില്ലാണ്ട് കലർപ്പ് ഇല്ലാത്തതായ സത്വഗുണത്തെ കൈക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഭഗവാന്റെ ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത്? അതിനൊരു മെക്കാനിസം വേണമല്ലോ. എന്തെങ്കിലും ഒരാൾ വേണ്ടേ, എന്തെങ്കിലും ഒരു ഊർജ്ജം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഗതി വേണ്ടേ എന്തും പ്രവർത്തിക്കാൻ? ഒരു മെക്കാനിസം പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം അല്ലേ, അല്ലെങ്കിൽ എണ്ണ വേണം. പെട്രോൾ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. കറണ്ട് ഉണ്ടായിട്ടാണ് ഒരു മോട്ടോർ പ്രവർത്തിക്കണത്, ഫാൻ തിരിയണത്. ഒന്നുമില്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ ഈ ഭൂമി അടക്കമുള്ള ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനുള്ള ഇന്ധനം അല്ലെങ്കിൽ ഇതിനുള്ള ഊർജം എന്താണ്? ഒരു സംശയമൊന്നുമില്ല. അവിടെ വൃത്തായിട്ട് പറയണ സംശുദ്ധം സത്വരൂപം അംശം ധൃത്വ തസ്യ സംശുദ്ധമംശം അംശം കമപി. ഭഗവാന്റെ തന്നെ ഒരംശം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. വളരെ ചെറിയ അംശമേ ഉള്ളൂ. ആണ് വിഭൂതി യോഗം ഗീതയിൽ വർണ്ണിക്കുമ്പോൾ എല്ലാറ്റിലും ഭഗവാൻ ഉണ്ടെന്ന് വരുത്താനാണ് പറയണം. പക്ഷികളിൽ ഗരുഡാണ് ഞാൻ, നദികളിൽ ഗംഗയാണ് ഞാൻ, അങ്ങനെ പറഞ്ഞു പോവും. ഇത് പറയണത് എന്താ? ലാസ്റ്റ് ശ്ലോകം, അർജുന ഈ 14 ലോകം എൻ്റെ .000000 ഇൻഫിനിറ്റിയാണ്. എത്ര ചെറിയതാണ് ഈ പോയിൻ്റ് കഴിഞ്ഞ് 0 ഇട്ടാൽ സംഖ്യ ചെറുതാവുക ചെയ്യുക അല്ലേ? 0.01 ചെറുതാണ് 0.001. 0.0001 പറഞ്ഞാൽ വീണ്ടും ചെറുതായി. അങ്ങനെ എത്ര 0 വേണമെങ്കിലും ഇവിടെ അത്രയും ചെറിയ ഒരംശമാണ് കേട്ടോ ഈ 14 ലോകം. ഭഗവാന്റെ മേജർ രൂപം അംശം ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട നമുക്കാർക്കും ഊഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഘനഗംഭീരമായി ഭഗവാൻ നിലകൊള്ളുന്നു. ആ രൂപത്തെ അറിയുന്നവൻ മോക്ഷത്തിന് അർഹനാണ്. ആ രൂപത്തെ അറിയുന്നവൻ ഞാൻ ഗാംഭീര്യത്തോടു കൂടി എത്രയോ കനത്ത അംശത്തിൽ നിലകൊള്ളുന്നു. എൻ്റെ ഏകാംശമാണ് ഈ 14 ലോകം. ഏകാംശം വളരെ ചെറിയത്. ഇതാണ് ഇവിടെ അംശം ധൃത്വ, ചെറുതായിട്ടുള്ള ഒരംശത്തെ സ്വീകരിച്ച് രൂപം ദദാസി, ഈ കാണുന്ന ലോകത്തെ ഞാൻ ധരിക്കുന്നു. അവിടെ രൂപം എന്നുള്ള വാക്കിന് ലോകം, അതിൻ്റെ രൂപം എന്നാണ് അർത്ഥം. ലോകത്തെ ധരിക്കുന്നു. ലോകത്തിന് രൂപം കൊടുത്തിട്ടാണ്, ലോകത്തിന് എന്തെങ്കിലും രൂപം ഉണ്ടാവണമല്ലോ. അവിടെ ശരിക്കും ലോകം എന്നാണ് അർത്ഥം വരിക, രൂപം എന്നുള്ളതിന്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഏത് അർത്ഥം അറിയുള്ളൂ. രൂപം ദദാസി, ഞാൻ ഈ രൂപത്തെ ധരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും നാമരൂപാത്മകമാണ്. നാമരൂപാത്മകമായിട്ടുള്ള ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഞാൻ ഏകാംശം കൊണ്ട് ധരിക്കുന്നു. പ്രഭാതകേളിയുടെ സമയമൊന്നും പോരാ ഒരു ശ്ലോകത്തിന് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പം എന്തൊക്കെ പറഞ്ഞു നമ്മൾ. ഇവിടെ പറയണ ഹേ അജ എന്ന് വിളിച്ചുകൊണ്ട് നൃത്വം നിർവ്യാപാരോപി, അങ്ങ് യാതൊരു ചലനവും ചേഷ്ടയും ഇല്ലാതെ നിൽക്കുന്നുവെങ്കിലും പ്രത്യേകിച്ച് കാരണം കൂടാതെ അങ്ങയുടെ നോട്ടം എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈക്ഷണക്രിയ കൊണ്ട് ലീന പ്രകൃതി ഉദേതി, ഒളിച്ചിരിക്കുന്ന ലയിച്ചിരിക്കുന്ന പ്രകൃതി. 14 ലോകമാണ് പ്രകൃതി കേട്ടോ. പ്രകൃതി എന്നൊക്കെ പറഞ്ഞാലുള്ള വാക്കിൻ്റെ അർത്ഥം അവിടെ നിറച്ചാലേ അവിടെ പിടിയിട്ടുള്ളൂ നമുക്ക് വായിക്കുമ്പോൾ. മൂലപ്രകൃതിയാകുന്ന ലോകം, പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി, അതിനെ തന്നെയാണ് ലോകം എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളും അടങ്ങുന്നതിനാണ് ഇവിടെ പ്രകൃതി, ഒളിച്ചിരിക്കുന്ന ലയിച്ചിരിക്കുന്ന പ്രകൃതി. ഉദേതി, നോട്ടങ്ങളെ കൊണ്ട് ഉദിക്കുന്നു. ഓദേതി എന്നല്ല, നൈവ പ്ലസ് ഉദേതി നൈവോദേതി. നൈവ അതിനെ കൊണ്ട്, തേ നൈവ പ്ലസ് ഉദേതി ഉദിക്കുന്നു. കൂട്ടിച്ചേരുമ്പോഴാണ് നൈവോദേതി എന്ന് വരുന്നത്. നൈവ പ്ലസ് ഉദേതി ഉദിക്കുന്നു. എപ്പോൾ? കൽപ്പാദികാലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. കൽപ്പാദികാലേ. എങ്ങനെയാണ്? തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം, സത്വാംശത്തിൻ്റെ ഒരംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ചെറുതായിട്ടുള്ളൊരംശം കൊണ്ട് സാത്വിക രൂപം എടുത്തുകൊണ്ട് ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാഗുണ്ട വൈകുണ്ഠ രൂപം. വൈകുണ്ഠ സംബോധനയാണ്. സർവേശ്വര, വിഷ്ണു,
ഗുരുവായൂരപ്പ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പേര് വൈകുണ്ഠ സംബോധന. ഇവിടെ വിഭവ അകുണ്ഠ, ഒരു കുണ്ഠയും കൂടി ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? യാതൊരു വിധത്തിലും ചലനം, അതായത് മറവോ ഒന്നും ഇല്ലാത്തവൻ. മഹിമ മഹിമ വിഭവ അകുണ്ഠ, തനിക്ക് അപാരമായിട്ടുള്ള മഹിമയുള്ളതിനാൽ ഒന്നിലും അടക്കം അല്ലെങ്കിൽ ബന്ധം ഇല്ലാത്തവനേ എന്നാണ് അകുണ്ഠ എന്നുള്ളതിൻ്റെ അർത്ഥം. ആണ് ഇവിടെ രണ്ട് കുണ്ഠ, ഒന്ന് കുണ്ഠയും വൈകുണ്ഠയും വന്നത്. കുണ്ഠയാണ്, കണ്ഠയില്ല കേട്ടോ. കുണ്ഠ എന്ന് പറഞ്ഞാൽ അർത്ഥം ബന്ധം ഇല്ലാത്തവൻ. താമരയുടെ ഇലയിൽ വെള്ളം വീണാൽ ആ വെള്ളം അവിടെ പറ്റാതെ അങ്ങോട്ട് പോവും. വെള്ളത്തിൻ്റെ ഒരു അംശം ഇലയിൽ നോക്കിയാൽ കാണില്ല. സ്ഫടികത്തിൽ വെള്ളം വീണാൽ ചില ദിക്കിലൊക്കെ ബന്ധമില്ലാണ്ട് കാണാം, വെള്ളം പറ്റില്ല. അതേപോലെ അകുണ്ഠ, അവിടെ ഈ കണ്ഠയില്ല, അകുണ്ഠയാണ്. മഹിമ വിഭവ അകുണ്ഠ, കുണ്ഠം ബന്ധമുള്ളവൻ, അകുണ്ഠൻ ബന്ധമില്ലാത്തവൻ. അകുണ്ഠ ബന്ധമില്ലാത്തവനെ. വൈകുണ്ഠ ഗുരുവായൂരപ്പ സംബോധന. രൂപം, രൂപത്തെ ദദാസി, ദദാസി ഇതാണ് ക്രിയ, ധരിക്കുന്നു. ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സമയമൊന്നും ചുരുങ്ങിയ സമയത്തിൽ പറയേണ്ട അർത്ഥങ്ങളൊന്നുമല്ല. എന്തായാലും കൽപ്പാന്തകാലത്തിൽ ലയിക്കപ്പെട്ടതായ പ്രകൃതി അല്ലെങ്കിൽ ലോകത്തെ ഈക്ഷണക്രിയ കൊണ്ട് ഭഗവാൻ സൃഷ്ടിക്കുന്നു. ആദ്യ ഭാഗമാണത്. രണ്ടാമത്തെ ഭാഗത്തിൽ പറയണത് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്, ഹൗ. സംശുദ്ധമായിട്ടുള്ള സത്വാംശത്തെ സ്വീകരിച്ച് ഭഗവാൻ യാതൊന്നിലും ബന്ധമില്ലാത്തവനെ അകുണ്ഠ, വൈകുണ്ഠ സംബോധനയാണ്. വൈകുണ്ഠ, ബന്ധമില്ലാത്തതായിരിക്കുന്ന അകുണ്ഠനായ ഭഗവാൻ സ്വരൂപത്തെ, ലോകത്തെ സ്വീകരിക്കുന്നു. എല്ലാവരും ചെല്ലണം കേട്ടോ. ഒപ്പം മെല്ലെ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യക്രിയാമീക്ഷണാഖ്യാം തേനൈവോതേതി ഉദേതി എന്നാണ്. ലീനാ പ്രകൃതി അസതി, രസതി അല്ല അസതിയാണ്. പ്രകൃതി അസതി, അസതി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം, തിരോധായകമല്ല അതിരോധായകം, തം പ്ലസ് അതിരോധായകം സത്വരൂപം സത്വം ദത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ, കുണ്ഠയല്ല അകുണ്ഠ, വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.